അസ്സലാമു ഫ്രണ്ട്സ്. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഇപ്പോഴത്തെ ട്രെൻഡായിട്ടുള്ള ഒരു മിനി പാൻകേക്സിൻ്റെ റെസിപ്പിയാണ്. കുട്ടികളൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു പാൻകേക്സ് ആണ് കേട്ടോ. അത് വളരെ ഈസിയാണ്, അതുപോലെ തന്നെ വളരെ സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ റെസിപ്പിയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ ചാനലിൽ എൻ്റെ റെസിപ്പികളൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നത് നോക്കിയാലോ. ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് ഞാൻ 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ 1 കപ്പ് അളവിലാണ് ഇപ്പോൾ ചെയ്ത് കാണിക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് അളവിലൊക്കെ വ്യത്യാസങ്ങളൊക്കെ വരുത്താം. ഇനി ഇതിലേക്ക് 1 കോഴിമുട്ട പൊട്ടിച്ച് വയ്ക്കുന്നുണ്ട്. തണുപ്പില്ലാത്ത മുട്ട വേണം നമ്മൾ ചേർത്ത് കൊടുക്കാനായിട്ട്. സാധാരണ നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കുന്ന സമയത്തും അതുപോലെ തന്നെയാണ് റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട തന്നെ എടുക്കുക. ഇനി ഇതിലേക്ക് 1 നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് കൂടി പോകണ്ട കേട്ടോ, കുറച്ച് ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. പഞ്ചസാര നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് ചേർക്കുക. ഇനി 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ചേർത്തിട്ടുള്ളത്. അതുപോലെ ഫ്ലേവറിനനുസരിച്ചുള്ള വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കുക. വാനിലേൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏലക്കാപ്പൊടി ചേർക്കാം കേട്ടോ. ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് എസൻസ് ആണോ ഇഷ്ടം അത് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ബേക്കിംഗ് പൗഡർ മാവിൻ്റെ എല്ലാ ഭാഗത്തേക്കും ആകാൻ വേണ്ടിയിട്ടാണ് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ മെൽറ്റ് ചെയ്തിട്ടുള്ള 1 ടേബിൾ സ്പൂൺ ബട്ടറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഈ ബട്ടറിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഓയിൽ ചേർക്കാം കേട്ടോ. ഇനി ഇതിലേക്കൊരു 1/2 കപ്പ് പാലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പാലും അതുപോലെ തന്നെ തണുപ്പില്ലാത്ത പാൽ തന്നെ എടുക്കുക. 1/2 കപ്പ് മുഴുവനായിട്ട് വേണ്ട കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. കട്ടയില്ലാണ്ട് നല്ല സ്മൂത്ത് ആയിട്ടുള്ള ബാറ്റർ ആക്കിയിട്ടെടുക്കുക. ഇതുപോലെ നമ്മുടെ കേക്കിൻ്റെ ആ ഒരു ബാറ്ററിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസിയാണ് കേട്ടോ വേണ്ടത്. ഇപ്പോൾ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സോസ് ബോട്ടിലിൽ ഒഴിച്ചിട്ട് വേണം നമ്മളിത് ചെയ്യാനായിട്ട്. അപ്പോൾ സോസ് ബോട്ടിൽ ഇല്ല എന്നുണ്ടെങ്കിൽ പൈപ്പിംഗ് ബാഗിൽ ഇട്ടെടുത്താലും മതി. ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറെ ഏതെങ്കിലും ബോട്ടിൽ ഒഴിച്ചിട്ടൊന്ന് ചെയ്യാം കേട്ടോ. നമുക്ക് ചെറിയതാക്കിയിട്ട് ഒഴിച്ചെടുക്കാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ അതിന് ഏതിലാണോ നിങ്ങൾക്ക് ചെയ്യാൻ സൗകര്യം അതുപോലെ ചെയ്താൽ മതി. അപ്പോൾ പൈപ്പിംഗ് ബാഗ് ഉണ്ടെങ്കിൽ അത് ചെയ്തോളൂ കേട്ടോ. ഇല്ലെങ്കിൽ സോസ് ബോട്ടിൽ ഉണ്ടെങ്കിൽ ഇതിൽ ഒഴിച്ചിട്ട് ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇനി ഒരു പാന് ചൂടാക്കിയിട്ടുണ്ട്. ഇതിൽ നമ്മളിതുപോലെ ചെറുതാക്കിയിട്ട് ഓരോ കേക്കും ഇതുപോലെ നമുക്ക് ഒഴിച്ചെടുക്കാം മാവ്. നമ്മൾ ഒരു സ്പൂണൊക്കെ വെച്ചിട്ട് ഒഴിക്കുകയാണെങ്കിൽ ഇത്ര കറക്റ്റായിട്ട് നമുക്ക് കിട്ടൂല കേട്ടോ. അതുകൊണ്ടാണ് നമ്മളിതുപോലെ ഒരു ബോട്ടിലേക്ക് ഇതിൻ്റെ മാവ് ഒഴിച്ചിട്ടുള്ളത്. ഇതൊരു ഭാഗം റെഡിയാവുന്ന സമയത്ത് നമുക്കിതൊന്ന് തിരിച്ചിട്ടിട്ട് 2 ഭാഗം ഒന്ന് കുക്കാവുന്ന സമയത്ത് പാനിൽ കോരി മാറ്റാം. വളരെ കുറഞ്ഞ കുക്കിംഗ് ടൈമേ നമുക്കിതിന് ആവശ്യമായിട്ട് വരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ ചെറുതാക്കിയിട്ട് തന്നെ നമ്മൾ ചുട്ടെടുക്കുക. നമ്മൾ സാധാരണ കുറച്ച് വലുപ്പത്തിലാണല്ലോ പാൻ കേക്ക് റെഡിയാക്കി എടുക്കാറുള്ളത്. അതിൽ നിന്ന് കുറച്ച് വ്യത്യാസമായിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇത് കാണാനും നല്ല ഭംഗിയാണ്, അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. കുട്ടികളൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള മാവൊക്കെ ഇതുപോലെ തന്നെ ചെയ്യാം. ഒരുപാട് തീ കൂട്ടി വെച്ചിട്ട് ചെയ്യരുത് കേട്ടോ, അപ്പോൾ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും. ഇനി പാനിൽ നിങ്ങൾക്ക് ബട്ടറോ നെയ്യോ ഓയിൽ എന്തെങ്കിലുമൊക്കെ സ്പ്രെഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതുപോലെ ചെയ്യാം. അപ്പോൾ ബാക്കിയുള്ളതും കൂടെ നമുക്കിതുപോലെ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ സോസ് ബോട്ടിലാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഈസിയാണ്. നമുക്ക് മാവ് പുറത്തെവിടെയും പോവില്ല, വളരെ ഈസി ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റും. ഇപ്പോൾ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും, സാധാരണ ഉണ്ടാവുന്ന ഒരു ഇതാണല്ലോ. അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള എല്ലാം ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ ബാക്കിയുള്ള എല്ലാ മാവും ഞാനിതുപോലെ തന്നെ ഒഴിച്ചിട്ട് ചുട്ടെടുക്കുന്നുണ്ട്. അപ്പം മുഴുവനായിട്ടൊന്നും കാണിക്കണില്ല കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ചുട്ട് വെച്ചിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കുഞ്ഞു പാൻ കേക്കുകളാണ് കേട്ടോ. കാണാനും നല്ല ഭംഗിയാണ്. ഇനി ഇത് നമ്മൾ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്ക് സെർവ് ചെയ്യാം. ഷുഗർ സിറപ്പിൻ്റെ കൂടെ അല്ലെങ്കിൽ നമുക്ക് ഡേറ്റ് സിറപ്പിൻ്റെ കൂടെ ഒക്കെ നമുക്കിത് സെർവ് ചെയ്യാൻ പറ്റും. ഇതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ ഇവിടെ സിറപ്പൊന്നും റെഡിയാക്കി എടുത്തിട്ടില്ല കേട്ടോ. ഞാൻ കണ്ടൻസ്ഡ് മിൽക്കാണ് ഒഴിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ കൂടെ എന്തിൻ്റെ കൂടെ വേണേലും നമുക്കിത് സെർവ് ചെയ്യാം. അതൊക്കെ ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് സെർവ് ചെയ്താൽ മതി. എന്നിട്ട് ഇത് കോരി കഴിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങൾ മറക്കരുത്. അപ്പോൾ നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കേ.